Next, we are going to see the control statements in Java. ജാവയിലുള്ള control statements ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Control statements are statements which control the flow of execution of an application. ഒരു ആപ്ലിക്കേഷൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. These control statements are generally classified into three types. The first type is called selection statements. The second type is called iteration statements. And third type is called jump statements. അപ്പോൾ നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് type is called selection statements. Second type is called iteration statements. And third type is called jump statements. ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. The main selection statements are if and switch. If സ്റ്റേറ്റ്മെൻറ്റ്സിനെയും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് will come under selection statements because that statements execute depends upon selecting some condition. ചില കണ്ടീഷനെ സെലക്ട് ചെയ്തിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ഭാഗമാണ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈഫും സ്വിച്ചും സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കീഴെ വരുന്നത്. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ് ടു ടെസ്റ്റ് സം കണ്ടീഷൻ. ചില കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ച് ആണെങ്കിൽ സ്വിച്ചിൻ്റെ അകത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് സ്വിച്ചും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. So first we are going to see if statements. There are different types of if statements. Simple if statements, if else statements, if else, if ladder and nested if statements. If തന്നെ 4 രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് സിമ്പിൾ ഇഫ്. ഇവിടെ ഇഫ് കണ്ടീഷൻ നമ്മൾ കോഡ് എഴുതുന്നു. ഈഫിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, ഇഫ് ദാറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്സ് ദ കോഡ് വിൽ ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ടുള്ള ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്നു, കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കാണുന്നത്, ഇവിടെ ഏജ് ഇൻറ്റീജറായിട്ട് നമ്മളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18 സിസ്റ്റം ഡോട്ട് ഔട്ട് ഓഫ് പ്രിന്റ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18. കണ്ടീഷൻ കൊടുക്കുന്നു, ഏജിൻ്റെ വാല്യൂ 18 കൂടുതലാണെങ്കിൽ വേണം ഈ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്, പ്രിന്റ് ചെയ്യാൻ. എന്താണ് ആ കോൺസ്റ്റന്റ്? ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ദ വേരിയബിൾ വാല്യൂ, ഏജ് വേരിയബിൾ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 18. ഇവിടെ നമ്മൾ ദാറ്റ് ഇൻറ്റീജർ ഈസ് അസൈൻഡ് ആസ് 20 ആണ് അസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഏജിൻ്റെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 18. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ വി ഗെറ്റ് എ ഡിസ്പ്ലേ ഓഫ് ദിസ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആവും. ഇവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. വൈ? ബിക്കോസ് ദിസ് കണ്ടീഷൻ ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ ഭാഗമാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റാണ് സിമ്പിൾ ഇഫ്. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈസ് ദ കോഡ് വിൽ എക്സിക്യൂട്ട്. ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇഫ് ആൻഡ് എൽസ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് 2 പാർട്ട്. 2 പാർട്ടുണ്ട്. ഒന്ന്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. If the condition is false, then other part will execute. 2 ഭാഗമുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറെ ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടുണ്ട്, വേറെ കോഡുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സാമ്പിൾ, integer variable is equal to 13. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് ആണ്. മോഡുലസ് നമുക്കറിയാം, ദ റിസൾട്ട് വിൽ ബി 0 if a number is even.
ഈവൻ നമ്പറിനെ മോഡുലസ് ഓഫ് 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. മോഡുലസ് ഓഫ് 2 മോഡുലസ് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്പറിനെ ഈവൻ നമ്പറാണെങ്കിൽ മോഡുലസ് ഓഫ് 2 0 ആയിരിക്കും, ഇല്ലെങ്കിൽ 0 ആയിരിക്കുകയില്ല, 1 ആയിരിക്കും. 0 അല്ലാത്ത അല്ലെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, നമ്പർ 13 ആണ്, അതുകൊണ്ട് മോഡുലസ് ഓഫ് 2 0 ഒരിക്കലും ആയിരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് പാർട്ടായിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇഫ് കണ്ടീഷൻ എന്താണ്? നമ്പർ മോഡുലസ് ഓഫ് 2 ഈസിക്കൽ ടു 0. നമ്പറിനെ 13നെ മോഡുലസ് ഓഫ് 2 ഉപയോഗിച്ച് കഴിയുമ്പോൾ 0 ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യണം, ഈവൻ ആണ്, ഇല്ലെങ്കിൽ നമ്പർ ഓഡാണ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഇതായിരിക്കും, കാരണം കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പം ഇങ്ങനെ രണ്ട് പാർട്ടുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യും കോഡിൻ്റെ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈഫിൻ്റെ വേറൊരു ഭാഗമാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷനല്ല, ഒന്നിൽ കൂടുതലുള്ള കണ്ടീഷൻ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, പക്ഷെ ചെക്ക് ചെയ്യുന്നത് പല കണ്ടീഷൻസാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, പക്ഷെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ കണ്ടീഷന് കീഴിലുള്ള കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഏറ്റവും അവസാനത്തെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കുക, എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ കോഡ്. ഇല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ഇഫ് എൽസ് കണ്ടീഷൻ 3 ഓക്കെ ആണെങ്കിൽ അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊന്നുമില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ എൽസ് പാർട്ട്, അതാണ് ആ എൽസ് ആണ് ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് പാർട്ട്, ആ ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ 1 ഓക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ, ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടായിട്ട് കിട്ടും, അവിടെ നിങ്ങൾ ഇത് നോക്കണം. സിസ്റ്റം ഉള്ളവർ ചെയ്ത് നോക്കുക പ്രോഗ്രാംസ് എല്ലാം. ഇവിടെ മാർക്ക് 65 നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തു. ഇഫ് മാർക്ക് ലെസ് ദാൻ 50 ആണെങ്കിൽ എന്താണ്? ഫെയിൽ പ്രിന്റ് ചെയ്യണം. 50ക്കും 60ക്കും ഇടയ്ക്കാണെങ്കിൽ ഡി ഗ്രേഡ്. അപ്പം അങ്ങനെ പല ഗ്രേഡ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പല മാർക്കുകൾ എൻട്രി ചെയ്യുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ഒരു മാർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട്, അപ്പോൾ ആ മാർക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടീഷൻ നമ്മൾ കൊടുത്തേക്കുന്നു 50നും 60നും ഇടയ്ക്കാണെങ്കിൽ ഡി ഗ്രേഡ്, 60നും 70നാണെങ്കിൽ സി ഗ്രേഡ്, 70നും 80നും ഇടയ്ക്കാണെങ്കിൽ ബി ഗ്രേഡ്, 80നും 90നും ഇടയ്ക്കാണെങ്കിൽ എ ഗ്രേഡ്, എബോവ് 90 ആണെങ്കിൽ എ പ്ലസ് ഗ്രേഡ്. നമ്മളിവിടെ കൊടുത്തേക്കുന്ന മാർക്ക് 65 ആണ്, അതുകൊണ്ട് അതിവിടെ ചെക്ക് ചെയ്യുന്നു. ഇഫ് മാർക്സ് ലെസ് ദാൻ 50 ആണെങ്കിൽ ഫെയിൽ, 50 അല്ല, വീണ്ടും അടുത്ത ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ഇഫ് ഇവിടെ നോക്കുന്നു, ഗ്രേറ്റർ ദാൻ 50 ലെസ് ദാൻ 60, രണ്ട് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. നോക്കുന്നു ഡി ഗ്രേഡ് ആണ്, ഇവിടെ ആ കണ്ടീഷൻ അല്ല, കാരണം മാർക്ക് 65 ആണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയില്ല. അപ്പോൾ അടുത്ത എൽസ് നോക്കുന്നു 60 70, ഓക്കെ, ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്നും അത് ഔട്ടാകുകയും ചെയ്യും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ മാത്രം അടുത്തത് നോക്കും. ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിലാണ് ലാസ്റ്റ് എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 65 ആണ് മാർക്ക്, അതുകൊണ്ട് തന്നെ ദിസ്
condition will satisfy and this statement will execute. അപ്പോൾ അതാണ് ഇങ്ങനെ പല കണ്ടീഷൻസ് നമുക്ക് ഒരേ സമയത്ത് ചെക്ക് ചെയ്യണം. പക്ഷേ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി ഒരു സമയത്തെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഫ്, എൽസ് ഇഫ്, ലാഡർ. അടുത്തത് നെസ്റ്റഡ് ഇഫ് ആണ്. നെസ്റ്റഡ് ഇഫ് നമുക്കറിയാം, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വേറെ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഈഫിൻ്റെ അകത്ത് വേറൊരു ഈഫ്. കാരണം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം അടുത്തത് സാറ്റിസ്ഫൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു കണ്ടീഷൻ്റെ അകത്ത് തന്നെ അടുത്ത വീണ്ടും നമ്മൾ ഈഫ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ ഈഫിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ഈഫ്. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അടുത്ത കണ്ടീഷൻ നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ അടുത്ത ട്രൂ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. അത് എപ്പോഴും ആ കണ്ടീഷൻ ആദ്യം തന്നെ ഫോൾസ് ആയിട്ട് ഏറ്റവും അവസാനത്തെ എൽസ് പാർട്ടിലേക്ക് പോകും. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിൻ്റെ അകത്തെ അടുത്ത കണ്ടീഷൻ ട്രൂ ആണോ നോക്കിയാൽ മതി. അപ്പം ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇഫ് യു വാണ്ട് എ കണ്ടീഷൻ, ഇഫ് യു വാണ്ട് ടു ചെക്ക് മോർ ദാൻ വൺ കണ്ടീഷൻസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. പല സമയത്തല്ല. ലാഡറിൻ്റെ കേസിൽ പല സമയത്തും മതി. ഒന്ന് ചെക്ക് ചെയ്യുന്നു, അതിന് ശേഷം അടുത്ത് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഒരേ സമയത്ത് ചെക്ക് ചെയ്യണം. ഒരേ സമയത്ത് അത് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെസ്റ്റഡ് ഇഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ, ഏജ് 18-ൽ കൂടുതലുമായിരിക്കണം, വെയിറ്റ് 50 above 50 ആണെങ്കിൽ യു ആർ എലിജിബിൾ ടു ഡൊണേറ്റ് ബ്ലഡ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഇവിടെ നമ്മൾ ഏജ് 20യും വെയിറ്റ് 18 കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇവിടെ തെറ്റിപ്പോയാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്വിച്ച്. നമുക്കറിയാം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, സ്വിച്ചിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, ഒരു വേരിയബിളോ നമുക്ക് കൊടുക്കുന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഓരോ കേസിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര കേസ് വേണേലും നമുക്കാകാം. ആ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആ കേസ് വാല്യൂ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് ബൈറ്റ് ടൈപ്പോ ഷോർട്ടോ ഇൻറ്റോ ലോങ്ങോ ഏതെങ്കിലും ടൈപ്പിലുള്ള ഒന്നെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് നമുക്ക് ഉപയോഗിക്കാം. പുതിയ ലേറ്റസ്റ്റ് കേസിലെ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കേസ് വാല്യൂസിൻ്റെ അകത്ത് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ കൊടുത്തേക്കുന്നത്, ഒരു വാല്യൂ, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആ വാല്യൂ ഏത് കേസുമായിട്ടാണോ മാച്ച് ചെയ്യപ്പെടുന്നത്, ഈക്വൽ ആയിരിക്കുന്നത്, ആ കേസിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് സ്വിച്ചിൻ്റെ അകത്ത്. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് സ്വിച്ച് ഓൺലി ഇക്വാലിറ്റി വിൽ ബി കമ്പയർഡ്. കമ്പാരിസൺ നടക്കുന്നത് ഇവിടെ ഇക്വാലിറ്റി മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, less than, greater than and equality, all these conditions will be checking, or all these conditions will be taking place. All these comparisons will be taking place. ഈ 3 ടൈപ്പിലുള്ള കമ്പാരിസൺസ്, 3 ടൈപ്പിലുള്ള ചെക്കിംഗ് ഉണ്ട്. ലെസ് ദാൻ ആണ്, ഈക്വൽ ആണ്, ഗ്രേറ്റർ ദാൻ ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് സ്വിച്ച് ഓൺലി ഇക്വാലിറ്റി കമ്പാരിസൺ വിൽ ബി ടേക്കിംഗ് പ്ലേസ്. ഇക്വാലിറ്റി മാത്രമേ അവിടെ ചെക്ക് ചെയ്യത്തുള്ളൂ, അത് മാത്രമേ അവിടെ സംഭവിക്കത്തുള്ളൂ, വേറെ ഒന്നും അവിടെ എടുക്കത്തില്ല. ഇതാണ് മെയിൻ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ഈഫ് ആൻഡ് സ്വിച്ച്. ബോത്ത് ആർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്വിച്ച് ഓൺലി ഇക്വാലിറ്റി വിൽ ബി കൺസിഡേർഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് all 3 comparisons, less than, equal to and greater than, all these conditions will be checked. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമുക്ക് സിൻറ്റാക്സ് നമുക്കറിയാം. സ്വിച്ചിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എക്സ്പ്രഷൻ ആകാം, ഇല്ലെങ്കിൽ വേരിയബിൾ ആകാം,
നമ്മുടെ എന്താണ് വേരിയബിൾ മീൻസ് ഇവിടെ ഒരു വാല്യൂ. ആ വാല്യൂ ഓരോ കേസിൻ്റെ അകത്ത് നമ്മൾ ഈക്വൽ ആണോ, കേസ് വാല്യൂ ആയിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. അത് കഴിയുമ്പോഴത്തേന് ആദ്യത്തെ ഈക്വൽ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നു. അടുത്ത കേസ് നോക്കുന്നു. ആണെങ്കിൽ മാത്രമേ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വിച്ചിൽ നിന്നും ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്വിച്ചിൻ്റെ അകത്തെ ഒരു എക്സ്പ്രഷൻ്റെയോ ഒരു വേരിയബിളിൻ്റെയോ ഏതെങ്കിലും അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെയോ വാല്യൂ കേസ് വാല്യൂ ആയിട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ കേസിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ കേസിൻ്റെ അകത്തേക്ക് കയറത്തേയില്ല. അടുത്ത കേസ് നോക്കും, വാല്യൂ ഈക്വൽ ആണോ, ആണെങ്കിൽ ഈ കേസ് എടുക്കും, കേസിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഈ കേസിൻ്റെ അകത്തേക്കും കയറിയാൽ അടുത്ത കേസ് നോക്കും. ഏതെങ്കിലും ഒരു കേസിൻ്റെ അകത്തെ ഈക്വൽ ആണെങ്കിൽ ആ കേസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ആ സ്വിച്ചിൽ നിന്നും സ്വിച്ചിൽ നിന്നും തന്നെ ബ്രേക്ക് ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്രേക്ക് നമ്മൾ കൊടുക്കുന്നു. ഒരു കേസ് വാല്യൂവും ഈക്വൽ അല്ല എങ്കിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന നമ്മൾ കൊടുത്തേക്കുന്ന ഡിഫോൾട്ടായിട്ടുള്ള കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ചിൻ്റെ സിൻടാക്സ്. നമ്മളൊരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇൻറ്റ് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് 20 അസൈൻ ചെയ്യുന്നു. സ്വിച്ചിൻ്റെ അകത്ത് ആ വേരിയബിൾ നമ്മൾ കൊടുക്കുന്നു, 20 ആണ്. നമ്മളിവിടെ കേസ് വാല്യൂ വലുത് കൊടുക്കുകയാണ്. കേസ് 10 ആണെങ്കിൽ system.out.println 10. കേസ് വാല്യൂ ഇവിടെ സ്വിച്ചിൻ്റെ അകത്തെ നമ്പറിൻ്റെ വാല്യൂയും ഈ 10 ആണെങ്കിൽ കേസ് 10ൻ്റെ അകത്ത് ഈ വാല്യൂ ഈക്വൽ ആണെങ്കിൽ, അതായത് നമ്പർ 10 ആയിരിക്കണം, എങ്കിൽ മാത്രമേ കേസിൻ്റെ 10 എന്ന് പറയുന്നത് ഈ നമ്പറും തമ്മിൽ ഈക്വൽ ആകത്തുള്ളൂ. അങ്ങനെ ആവുകയാണെങ്കിൽ 10 പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് ബ്രേക്ക് ചെയ്യണം. 20 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, 20 പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. 30 ആണെങ്കിൽ 30 പ്രിൻ്റ് ചെയ്യണം. ഇതൊന്നും അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള നോട്ട് ഇൻ 10, 20 or 30 എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കും, ആദ്യമേ ഫസ്റ്റ് എക്സിക്യൂഷൻ സമയത്ത് കേസ് 10 കേസ് വാല്യൂ 10 ആണോ നോക്കും. നമ്പർ വാല്യൂ ഏതാണ്, 20, 10 അല്ല. അതുകൊണ്ട് ഈ കേസ് എക്സിക്യൂട്ട് ചെയ്യത്തേയില്ല. അടുത്തത് കേസ് 20. അപ്പോൾ ഇവിടെ 20 ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. system.out.println 20 എന്ന് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് സ്വിച്ചിൽ നിന്നും ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം.